2013 മോഡല് 1,10,000 ഒരു ബൊലേറോ ആണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. 1,10,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ബൊലേറോ സംബന്ധിച്ചോളം അതൊരു വലിയ ഓട്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പേഴ്സണലി ഞാൻ ബൊലേറോ കുറച്ച് കാലം ഓടിച്ചിട്ടുണ്ട്. ആൻഡ് ഐ റിയലി ലൈക്ക് ദിസ്. ഇതൊരു 2.5 ലിറ്ററാണ്. അത്യാവശ്യം മൈലേജ് ഒക്കെ വരുന്ന DI എഞ്ചിൻ വരുന്നൊരു വണ്ടിയാണിത്. പിന്നെ ഇതിൽ വോയിസ് മെയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വോയിസ് മെയിൽ എന്ന് പറഞ്ഞാൽ വോയിസ് കമാൻഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീസൽ ഗ്യാപ്പ് അടച്ചില്ലെങ്കിൽ കുറച്ച് ഉണ്ടാക്കും, ഹാൻഡ് ബ്രേക്ക് വിട്ടില്ലെങ്കിൽ കുറച്ച് ഉണ്ടാക്കും. അങ്ങനത്തെ ഫുൾ ഓപ്ഷനാണ്. ZLX വേരിയൻ്റ് അങ്ങനത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻറ്റീരിയറിൽ കയറുകയാണെങ്കിൽ ബൊലേറോൻ്റെ ഇൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയ നല്ല ഹൈറ്റിലിരിക്കുന്ന ഒരു ഇൻറ്റീരിയറാണ്. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത അത്യാവശ്യം വൃത്തിയുള്ളൊരു ഇൻറ്റീരിയേഴ്സാണ്. ഇതിന് പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. നല്ല ഹൈറ്റിലുള്ള ഒരു ഇരിപ്പായതുകൊണ്ട് തന്നെ നമുക്കൊരു കിങ് ഓഫ് ദ റോഡ് വൈബാണ് ഇത് ഓടിക്കുമ്പോൾ. ഈ ബൊലേറോ ഓടിച്ചവർക്ക് അറിയാം ഇതിൻ്റെ ഒരു ഓടിക്കുന്ന സുഖം വേറെ തന്നെയാണ്. 2.5 ലിറ്റർ ഇൻറ്റിമേറ്റഡ് വിത്ത് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. അത്യാവശ്യം പവറും എന്ന് വെച്ചാൽ ഭീകര പവറൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം പവറും നല്ല മൈലേജും തരുന്ന ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. സിറ്റിയിൽ ഓടിക്കാനും ഹൈവേയിൽ ഓടിക്കാനും ഒരു ബുദ്ധിമുട്ടില്ല. ഇതിന് അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ അലോയ് വീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന കാലം 4,30,000 കിലോമീറ്ററാണ്. തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പർ കോൺടാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ DI എഞ്ചിനാണ്. 2.5 ലിറ്ററാണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത്. 75 PS ഓഫ് പവറാണ്. ആൻഡ് ഐ തിങ്ക് എനിക്ക് 190 Nm ഓഫ് ടോർക്കാണ്. അത്യാവശ്യം മൈലേജും അത്യാവശ്യം പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഇതൊരു പെർഫോമൻസ് കാറല്ല. എന്ന് വെച്ചാൽ നമുക്കൊരു 5 പേര് അല്ലെങ്കിൽ 7 പേര് വെച്ച് കംഫർട്ടബിൾ ആയിട്ട് ചുരമൊക്കെ കയറി പോകാവുന്ന രീതിയിൽ ടോർക്കി ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ആൻഡ് സിറ്റിയിൽ ഓടിക്കാനൊക്കെ ഈ ഒരു ഗിയർ ബോക്സ് ആൻഡ് ദിസ് എഞ്ചിൻ കോമ്പിനേഷൻ ഇസ് വെരി ഗുഡ്. കാരണം ഷോർട്ട് ഗിയറിംഗ് ആണ്, നമുക്ക് പെട്ടെന്ന് എടുത്ത് പോകാനൊക്കെ ഈ ഒരു എഞ്ചിനും ഗിയർ ബോക്സ് നല്ലൊരു കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു 10 മോഡലൊരു മാരുതി Zen ST ആണിത്. VXI മോഡലാണ്, ഫുൾ ഓപ്ഷൻ മോഡലാണിത്. 83,000 കിലോമീറ്റർ. ഇത് K സീരീസ് എഞ്ചിനാണ് കേട്ടോ. 4 സിലിണ്ടർ വരുന്ന ഒരു K സീരീസ് എഞ്ചിനാണ്. അത്യാവശ്യം നല്ല രീതിയിൽ റെസ്പോൺസീവ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ട് എഞ്ചിനാണ്. എസ്റ്റിലോൻ്റെ ഒരു ഗുണം പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു എന്താ പറയുക ഫാമിലി കാറാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് 4 പേർക്ക് അല്ലെങ്കിൽ 5 പേർക്ക് ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന സ്പേഷ്യസ് ആയ ടോൾ ബോയ് ഡിസൈൻ വരുന്നൊരു വണ്ടിയാണ്. അതുകൊണ്ട് ഇപ്പോൾ വയസ്സായവർക്ക് കയറാനും ഇറങ്ങാനൊക്കെ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും Zen ST VXI ആണ്. ആൻഡ് ബാക്കിൽ വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡീഫോഗർ വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ടാണ് അതൊക്കെ. പിന്നെ ഇൻറ്റീരിയേഴ്സൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ടാക്കോമീറ്റർ വരുന്നുണ്ട്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. എല്ലാം കൊണ്ടും ഒരു ഉത്തമമായ ഒരു സിറ്റി കാർ എന്ന് തന്നെ എസ്റ്റിലോൺ പറയാം. പിന്നെ വില എന്ന് 10,000 രൂപയാണ് ഈ ഒരു എസ്റ്റിലോൺ ചോദിക്കുന്നത്. ഒരു 1.60 എന്താ പറയുക, നമ്മളിപ്പോൾ സത്യം പറഞ്ഞ ഒരു സ്കൂട്ടറിന് തന്നെ 1 രൂപ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്കൂട്ടറിനേക്കാളും കുറച്ചുകൂടി പൈസ കൂടി കഴിഞ്ഞാൽ ഒരു കാറ് കിട്ടുന്നൊരു എന്താ പറയുക ഒരു കാറ് കിട്ടും. അപ്പോൾ ആ ഒരു വിലയ്ക്ക് Zen ST ഒരു പ്രോപ്പർലി ബർത്താണ്. മാരുതി ആയതുകൊണ്ട് വലിയ മെയിൻ്റനൻസ് ഇഷ്യൂ കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ വണ്ടി എടുത്താലും അതിൻ്റെ വില പിന്നെ വേറെ പൈസയും കാര്യങ്ങളൊന്നും കയറ്റും. 1000 കിലോമീറ്റർ ഓടിയ 2014 മോഡൽ ബ്രിയോ, ഹോണ്ട ബ്രിയോ VX ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ബ്രിയോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്രിയോ ഒരു നല്ലൊരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് വണ്ടിയും കൂടിയാണ്. ഇത് 1.2 ലിറ്റർ 4 സിലിണ്ടർ BTEC എഞ്ചിനാണ്. 89 HP ഏകദേശം വരുന്നത്. അതുകൊണ്ട് 0-10 12 സെക്കൻഡ്സിൻ്റെ ഒക്കെ എത്തും. ഒരു പ്രോപ്പർ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു വണ്ടിയാണ് ബ്രിയോ. പിന്നെ ഈ ബ്രിയോന് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. ആൻഡ് റെഡ് ലൈൻസ് അറ്റ് 7,000 RPM. സോ റെവ് ചെയ്ത് ഓടിക്കുന്നവർക്ക് എന്താ പറയുക അതിൻ്റെ ഒരു എന്തൂസിയാസ്റ്റിക്കായി ഓടിക്കാൻ താല്പര്യമുള്ളവർക്ക് ബ്രിയോ ഡെഫിനറ്റ്ലി നല്ലൊരു ചോയ്സാണ്. ആൻഡ് ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന വില 30,000 രൂപയാണ് ഈ ഒരു ബ്രിയോന് ചോദിക്കുന്നത്. ആൻഡ് ആ ഒരു റേറ്റിന് എനിക്ക് തോന്നുന്നു ദിസ് പ്രോപ്പർ ബാങ്ക് ഫോർ ദ വർക്ക്. കാരണം ഹോണ്ടയാണ്, റിലയബിലിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വരുന്ന VX മോഡൽ വേരിയൻ്റാണ് ഇത് വരുന്നത്. സോ 330,000 ഈ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. തന്നിരിക്കുന്ന കോൺടാക്ട് 10,000 രൂപയാണ് ഈ ഒരു എറ്റിയോസ് വൈറ്റ് എറ്റിയോസിലേക്ക് കണക്കാക്കുന്നത്. നല്ല രീതിയിൽ മെയിൻറ്റൈൻഡ് ആണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ, നമുക്ക് കാണാൻ പറ്റും. എറ്റിയോസിന് ഉള്ളിൽ കയറിയാൽ തന്നെ നല്ലൊരു സ്പേഷ്യസ് ഫീലാണ്. നല്ലൊരു എന്താ പറയുക, നമുക്ക് ഭയങ്കര ലക്ഷറിയസ് ഒന്നും അല്ലെങ്കിലും ഈ ഒരു പ്രൈസിന് റിലയബിൾ ആയിട്ടുള്ള കണ്ണും പൂട്ടി അങ്ങോട്ട് എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് എറ്റിയോസ് ലീവ. ആൻഡ് അതിൻ്റെയൊക്കെ ഒരു ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു എറ്റിയോസ് ലീവയുടെ പെട്രോളിൻ്റെ ഏറ്റവും വലിയ ഗുണം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ് കേട്ടോ. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൻ്റെ കൂടെ ഈ ഒരു 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ്. അതുകൊണ്ട് വരുമ്പോൾ നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻ്റ് ആയ അത്യാവശ്യം ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു വണ്ടിയാണ്. പിന്നെ കോൺടാക്ട്സും തന്നിരിക്കുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ്. 13 മോഡൽ എറ്റിയോസ് ഡീസൽ 3,65,000 രൂപയാണ് ചോദിക്കുന്നത്. റീ വണ്ടിയാണ്. അത് 1,30,000 സംതിങ് ഓടിയിട്ടുണ്ട്. ആൻഡ് എറ്റിയോസ് ഡീസൽ നിങ്ങൾക്ക് മൈലേജിൻ്റെ കാര്യത്തിൽ ഒന്നും പഠിക്കാതിരിക്കാൻ പറ്റും. പിന്നെ നല്ല ബോട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ലിവി അല്ല കേട്ടോ, എറ്റിയോസ് ആണ്. എറ്റിയോസും നമ്മുടെ എറ്റിയോസ് ലിവിയും ഫ്രണ്ടിൽ നിന്നാണ് ഒരേപോലെ ആണെങ്കിലും ബാക്കിൽ എറ്റിയോസിന് ബോട്ട് വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആൻഡ് ഓവറോൾ ലുക്കിംഗ് അറ്റ് ദി എറ്റിയോസ്, എനിക്ക് ഈ ഒരു എറ്റിയോസിന് പറയുന്ന ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു കണ്ണും പൂട്ടി നമുക്ക് ഒന്നും നോക്കാതെ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. കാരണം ഇതിൻ്റെ ഒരു
ഇത് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ആണ്. ഒരുവിധം എല്ലാ കാറ്റഗറിയിലും ഈ വണ്ടി ഷൈനിങ് ആണ്. പക്ഷേ ഒന്നിലും അങ്ങനെ മികച്ച നേരമാണ് ഈ ഒരു ഡീസൽ ഇറ്റ്യോസ്റ്റ് ചോദിക്കുന്നത്. സോ ഇത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 16 മോഡല് പെട്രോൾ സിറ്റി 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. സൺറൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. VX മോഡലാണ്. VX ആയതുകൊണ്ട് സൺറൂഫിൻ്റെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഇതിൽ. നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുള്ളിൽ കയറിയിരിക്കാം. നമ്മുടെ സിറ്റിയിലെ ഇരിക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു പ്രീമിയം കാറിലിരിക്കുന്ന ഫീലാണ്. പിന്നെ ഇതിന് മീറ്ററൊക്കെ ഉണ്ട്. നല്ല രസത്തിൽ കാണാൻ സാധിക്കും. 7000 RPM റെഡ് ലൈൻ വരുന്നത്. BTEC ഉണ്ട്. 122 HP ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 0 to 100 ഓൾമോസ്റ്റ് 10 seconds ആണ്. പെർഫോമൻസ് നോക്കുന്നവർക്ക് നല്ല സൂപ്പർബായിട്ടുള്ള പെർഫോമൻസ് ആണ് ഇതിൻ്റെ. ഹോണ്ട സിറ്റി ഓടിച്ചവർക്ക് അറിയാം. കാരണം ഈ ഒരു പെട്രോൾ എഞ്ചിൻ ഇസ് വെരി വെരി ഗുഡ് ഇൻ പെർഫോമൻസ്. സ്പേസിൻ്റെ കാര്യമായാലും റിലയബിലിറ്റിയുടെ കാര്യമായാലും ആൻഡ് ഈ ഒരു പ്രീമിയം ഫീലിൻ്റെ കാര്യത്തിലായാലും ഹോണ്ട സിറ്റി ഈസ് വെരി ഗുഡ്. സൺറൂഫ് കണ്ടോ, സൺറൂഫൊക്കെ വരുന്നുണ്ട്. സോ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന വില വെറും 5,50,000 രൂപയാണ്. സോ താല്പര്യമുള്ളവർക്ക് തന്നിരിക്കുന്ന നമ്പർ. 15 മോഡല് ഡീസൽ ഹോണ്ട സിറ്റി. ഇത് V ആണ്. നമുക്ക് സൺറൂഫ് വരാത്ത വേരിയൻ്റാണ്. ഈ പെട്രോൾ മോഡലിന് സൺറൂഫ് ഉണ്ട്, കാരണം VX ആണ്. ഇതിന് ചോദിക്കുന്ന ഡീസൽ വണ്ടിയാണെങ്കിലും വെറും 5,50,000 രൂപയാണ് ചോദിക്കുന്നത്. KL രജിസ്ട്രേഷൻ ആട്ടോ, ആണ്. KL രജിസ്ട്രേഷനാണ്. നല്ല രീതിയിലുള്ളൊരു മെയിൻറ്റെയിൻ ആയിട്ടുള്ള വണ്ടിയാണിത്. ഈ ഒരു സിറ്റിയുടെ ഡീസൽ വണ്ടി അതുകൊണ്ട് നമുക്ക് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. അതുപോലെ തന്നെ ഒരു 20-22 കിലോമീറ്റർ മൈലേജും കിട്ടും. കാരണം ഞാൻ പേഴ്സണലി ഹോണ്ടയുടെ വണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഹോണ്ടയുടെ ഡീസൽ വണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ എനിക്കറിയാം, ഞാൻ എങ്ങനെയൊക്കെ നമ്മൾ ഓടിച്ചാലും ഒരു 16-17 താഴെ മൈലേജ് പോകില്ല. കാണാൻ സാധിക്കുന്നത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. മൊത്തത്തിൽ നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണ്. സോ ഹോണ്ട സിറ്റി മേടിക്കാൻ താല്പര്യമുള്ളവർക്ക്, പ്രത്യേകിച്ച് ഡീസൽ സിറ്റി നോക്കുന്നവർക്ക് എന്തുകൊണ്ടും സജസ്റ്റ് ചെയ്തൊരു വണ്ടിയാണ്. സോ തന്നിരിക്കും നമ്മൾ കോൺടാക്ട് ചെയ്യുക. ഇതിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് ഡീസൽ എഞ്ചിനാണ്. ഹോണ്ട സിറ്റി ഡീസലിൽ ഈ ഒരു 1.5 ലിറ്റർ 100 PS ഓഫ് പവറും 200 Nm ഓഫ് ടോർക്കാണ്. നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസിലുപരി മൈലേജും ഡ്രൈവബിലിറ്റിക്കും കൂടുതൽ പ്രാധാന്യത കൊടുക്കുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു 1.5 ലിറ്റർ. നമ്മൾ ചവിട്ടി ഓടിക്കുകയാണെങ്കിൽ എന്താ പറയുക, അത്ര ഭയങ്കര പവറൊന്നും ഫീൽ ചെയ്യില്ലെങ്കിലും നമ്മളിപ്പോൾ എൻഗിയർ സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ റെസ്പോൺസീവ് ആണ്. അതുകൊണ്ട് തന്നെ മൈലേജിനായിട്ട് ഒന്നും നോക്കാനില്ല. 20-22 കിലോമീറ്റർ ഷുവറാണ്. പ്രത്യേകിച്ച് ഈ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആയതുകൊണ്ട് നമുക്ക് 6 to 18 ക്രൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് ഈ ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഫ്രം ഹോണ്ട. ഹോണ്ട ഡീസൽ എഞ്ചിനൊക്കെ നിർത്തിക്കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു യൂസ്ഡ് ഡീസൽ ഹോണ്ട മേടിക്കണമെങ്കിൽ ആണ് മാർഗമുള്ളൂ. കാരണം പുതിയ വണ്ടി ഇപ്പോൾ ഇല്ലല്ലോ. സോ കണ്ണും മുട്ടി നോക്കാം. വേറൊരു ഹോണ്ട ഡീസലാണ്, ഹോണ്ട MH ഡീസൽ. ഇതും വണ്ടിയാണ്. 1,36,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല ബോഡി ക്വാളിറ്റിയും മെക്കാനിക്കൽ ക്വാളിറ്റിയും വരുന്നതാണ്. കാണാൻ പറ്റുന്നത് പോലെ നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയിലാണ് വരുന്ന ഒരു വണ്ടിയാണ്. MH ഡീസലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിറ്റിയിലെ ഡീസലിൽ ഉപയോഗിക്കുന്ന അതേ സെയിം എഞ്ചിനാണ്. കുറച്ചുകൂടി വെയിറ്റ് കുറഞ്ഞുകൊണ്ട് ഇതിൻ്റെ മൈലേജ് ഒത്തിരി കൂടുതലായിരിക്കും. നല്ല രീതിയിലുള്ളൊരു ഡിസൈൻ എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ MHൻ്റെ ബാക്ക് സീറ്റ് നല്ല കംഫർട്ടബിൾ ആണ്, നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ആംറസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡീസൽ MH ആയതുകൊണ്ട് തന്നെ മെക്കാനിക്കലി വളരെ സ്ട്രോങ് ആണ്. വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് MH ഡീസൽ. സോ ഇഫ് യു ലുക്കിംഗ് ടു ഗെറ്റ് MH ഡീസൽ, പ്ലീസ് ടു കോൺടാക്ട് us. ഓടിയ ഒറിജിനൽ കേരള ആൾട്ടോ K10 മോഡലാണിത്. 2,20,000 രൂപയാണ് ചോദിക്കുന്നത്. ഒരു സിറ്റി ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോപ്പർ സിറ്റി ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വണ്ടിയാണിത്. ഇതിൻ്റെ പിന്നെ ഗിയർ ലിവറിലൊക്കെ കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ഗിയർ ലിവറാണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആൾട്ടോ K10 ഇസ് എ വെരി വെരി സെൻസിബിൾ കാർ. ഒരു റിലയബിലിറ്റി ഇഷ്യൂസും വരാത്ത നല്ല മൈലേജ് ഉള്ള, ഭയങ്കര മൈലേജാണ് ഇതിന്. നല്ല മൈലേജ് വരുന്ന അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ളതായിട്ടുള്ളൊരു വണ്ടിയാണിത് ആൾട്ടോ K10. സോ ഈ ഒരു വണ്ടിക്ക് വയ്ക്കുന്നത് വെറും 2,20,000 താല്പര്യമുള്ളവർക്ക് വന്നിരിക്കുന്നത് നമ്മുടെ കോൺടാക്ട്. 1,60,000 രൂപയ്ക്ക് ഒരു പ്രോപ്പർ മിഡ് സൈസ് സെഗ്മെൻറ്റിൽ വരുന്ന സെഡാനാണിത്. മാരുതി സുസുക്കി SX4 ഡീസൽ മോഡലാണ്. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മാരുതി SX4ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദിസ് ഇസ് എ വെരി വെരി റിലയബിൾ കാർ. നല്ല രീതിയിലുള്ളൊരു മാക്രോ ഡിസൈനും അതുപോലെ തന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും അടി തട്ടുന്നൊരു പ്രശ്നം SX4ന് വരില്ല. നല്ല സ്പേഷ്യസ് ആയിട്ട് ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഡീസൽ വണ്ടിയാണ്. എങ്ങനെ പോയാലും ഒരു 18-20 അടുത്ത് മൈലേജ് കിട്ടും. അത്യാവശ്യം നല്ലൊരു മാക്രോ ആയിട്ട് ലുക്കിംഗ് ആണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ കാണിച്ചു തരാം. ഇൻറ്റീരിയറിൽ SX4ൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വെൽക്കമിങ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. നല്ല രീതിയിലുള്ളൊരു ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒരു ലോ ബഡ്ജറ്റ് വണ്ടി ഓടിക്കാൻ തോന്നില്ല. 2,60,000 എനിക്ക് സത്യം പറഞ്ഞത് ഭയങ്കര ലാഭമാണ്. കാരണം ഇത്തരത്തിലൊരു വലിയ വണ്ടിയും സ്പേഷ്യസ് ആയ അത്യാവശ്യം ഒരു സ്നോ വാല്യൂ ഉള്ളൊരു വണ്ടിയാണിത്. ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ 5 സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത്. ഒരു പെർഫോമൻസും ഉണ്ട്, മൈലേജും ഉണ്ട്, സ്പേസും ഉണ്ട്. എല്ലാം കൊണ്ട് തികഞ്ഞ ഒരു വണ്ടിയായിട്ട് SX4 കൂട്ടാം. താല്പര്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട്. 2,000 കിലോമീറ്റർ ഓടിയ 2,30,000 രൂപ ചോദിക്കുന്ന ഒരു പെട്രോൾ റെഡ്സാണ്. അത് VXI മോഡലാണ്. VVT എന്ന് എഴുതിയാൽ നമുക്ക് പെട്രോൾ മനസ്സിലാവും. DDIS എന്നാണ്, ഡീസലാണ്. റെഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു മാരുതിയാണല്ലോ. പിന്നെ റിലയബിലിറ്റിയുടെ കാര്യം മൈലേജിൻ്റെ കാര്യം പറയണ്ട. 1.2 ലിറ്ററാണ്, 4 സിലിണ്ടർ എഞ്ചിനാണ്. റെഡ്സിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിൽ അത്യാവശ്യം സ്പേസ് ആണ് കേട്ടോ. ചിലരും റെഡ്സിന് സ്പേസ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ
എനിക്ക് നല്ല രീതിയിലുള്ളൊരു സ്പേഷ്യസ് ആയിട്ട് തന്നെ തോന്നുന്നത്. ഇന്ത്യയിലും എക്സ്റ്റീരിയറിലും വലിയ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ബോഡി ക്വാളിറ്റി വരുന്ന ഒരു വണ്ടിയാണ് റിറ്റ്സ്. താല്പര്യമുള്ളവർക്ക് നമ്മൾ 2000 കിലോമീറ്റർ ഓടി 2017 മുതൽ 18 രജിസ്ട്രേഷൻ വരുന്ന i20 ആണിത്. ഈ ഒരു i20 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. സ്പോർട്സ് വരുന്നതാണ്. സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നമുക്ക് എല്ലാ വീൽ കാര്യങ്ങളൊന്നും വരുന്നില്ല, പക്ഷേ ഇന്റീരിയറിൻ്റെ കാര്യത്തിലും പുറത്ത് എക്സിറ്റിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. i20യുടെ കാര്യം പറയുകയാണെങ്കിൽ ഹ്യുണ്ടായുടെ വൺ ഓഫ് ദ മോസ്റ്റ് സെല്ലിംഗ് മോഡലാണിത്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ 4 സിലിണ്ടറാണ്. അത്യാവശ്യം മൈലേജ് ഒക്കെ ഉണ്ട്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. പവറും അത്യാവശ്യം തിരക്കേറ്റില്ലാത്ത പവറും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഒരു ഫാമിലി കാറായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകാൻ പറ്റിയൊരു വണ്ടിയാണ്. ബാക്കിൽ AC വെൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാൻ സാധിക്കും. i20ക്ക് ചോദിക്കുന്ന വില 4,40,000 രൂപയാണ്. സോ താല്പര്യമുള്ളവർക്ക് നമ്പർ കോൺടാക്ട് ചെയ്യുക. മോഡൽ ഇയോൺ പെട്രോൾ മാത്രമേ ഉള്ളൂ. ഒരു 800cc എഞ്ചിനിൽ വരുന്ന 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. വെറും 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2.25 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ആൻഡ് ഇയോൺ ഒരു പെർഫെക്റ്റ് ഫാമിലി കാറാണ്. നമുക്ക് കാണാൻ പറ്റുന്ന പോലെ ഇയോണിൻ്റെ ഒരു ചെറിയ വണ്ടിയാണെങ്കിലും സ്പേസിൻ്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഉണ്ടായി വരുത്തിയിട്ടില്ല. ഇത് കാണാൻ സാധിക്കും. എൻ്റെ ഈ ചാനലിൽ ഇയോണിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു വീഡിയോ കിടപ്പുണ്ട്. ഇയോണ് പ്രോപ്പറായിട്ട് ഓടിച്ചിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് വ്യൂസ് ഉള്ളൊരു വീഡിയോ ആണത്. സോ എൻ്റെ വീഡിയോ കാണാത്തവർക്ക് ചാനലൊന്ന് കയറിയിട്ട് കണ്ടു നോക്കുക. ഇയോണൊരു നല്ലൊരു വണ്ടിയാണ് കേട്ടോ. കാരണം നല്ലൊരു ഈ ഒരു വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ബോഡി ക്വാളിറ്റിയും കാര്യമൊക്കെ വരുന്നത്. ടയറൊക്കെ പുത്തൻ ടയേഴ്സാണ്. സോ 2.25 ലക്ഷം രൂപയ്ക്ക് പ്രോപ്പർ ഒരു ഫാമിലി കാർ കിട്ടാനുള്ളവർക്ക് തീർച്ചയായും 65,000 രൂപയ്ക്ക് 2019 മോഡൽ VXi വാഗണാറാണ് വരുന്നത്. വാഗണാർ നല്ലൊരു ഫാമിലി കാറാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു ടോൾ ബോയ് ഡിസൈനും അതുപോലെ തന്നെ സ്പേസ് ഉള്ള ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു പ്രോപ്പർ ഫാമിലി കാറാണ് വാഗണാർ. ഞാൻ അതിൻ്റെ ബാക്ക് സീറ്റിൽ ഇരുന്ന് കാണിച്ചു തരാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള തലയൊന്നും മുട്ടാതെ നല്ല ടോൾ ബോയ് ഡിസൈനിലുകൊണ്ട് വരുന്ന ഒരു വണ്ടിയാണ്. ടച്ച് സ്ക്രീൻ സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത് 60,000 രൂപയാണ് ഈ ഒരു വാഗണാർ ചോദിക്കുന്നത്. ഇതാണ് 3 സിലിണ്ടർ എഞ്ചിനാണ്, 1 ലിറ്ററാണ്. അത്യാവശ്യം റെസ്പോൺസീവായിട്ട് നല്ല മൈലേജ് ഉള്ളൊരു വണ്ടിയാണ് വാഗണാർ. സോ ഈ വണ്ടി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് തന്നിരിക്കുന്ന കോൺടാക്ട്. ലോ ബഡ്ജറ്റിൽ നോക്കുന്ന ഒരാൾക്കാണെങ്കിൽ പറ്റിയൊരു വണ്ടിയാണ് ഷെവർലെ സ്പാർക്ക്. 75,000 രൂപയാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത്. 2010 മോഡലാണ്. പുത്തൻ 4 ടയേഴ്സ്. പുത്തൻ 4 ടയർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം റേറ്റ് ആയി നമുക്ക് മനസ്സിലായല്ലോ. വെറും 75,000 രൂപയാണ് ചോദിക്കുന്നത്. സ്പാർക്കിൻ്റെ ഇൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ്. ചെറിയ വണ്ടിയാണെങ്കിലും ഒരു 4 പേർക്കൊക്കെ സുന്ദരമായിട്ട് യാത്ര പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അത്യാവശ്യം ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്പാർക്കിൻ്റെ 4 സിലിണ്ടർ എഞ്ചിനാണ്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിനാണ് സ്പാർക്കിൻ്റെ. ഞാൻ സ്പാർക്ക് കുറച്ച് കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. സോ എനിക്ക് വളരെ ഇമ്പ്രസ്ഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇത്ര ഒരു എന്താ പറയുക ചെറിയ വണ്ടിക്ക് നമുക്കൊരു ബിഗ് കാർ ഫീല് ഷെവർലെറ്റിന് നന്നേ തരാൻ പറ്റിയത് വലിയൊരു സംഭവമാണ്. സോ ഈ ഒരു സ്പാർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് തന്നിരിക്കുന്ന കോൺടാക്ട്. മോഡൽ ബൊലേറോ 1,70,000 രൂപ ചോദിക്കുന്നത് ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. സോ ഈ ഒരു ബഡ്ജറ്റിന് നിങ്ങൾക്കൊരു നിങ്ങളുടെ ഫാമിലിയിൽ കുറേ പേരുണ്ട്, അല്ലെങ്കിൽ കുറേ പേരായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു 1, 2, 3, 4, 5, 6, 7, 8 ആൾക്ക് സുഖസുന്ദരമായിട്ട് ഈ ബൊലേറോയിൽ പോകാൻ സാധിക്കും. സോ അങ്ങനെ നോക്കുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാവുന്നൊരു വണ്ടിയാണ് ഇത്. 2.5 ലിറ്റർ എഞ്ചിനാണ്, 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. നല്ല വലിയ കംപ്ലയിൻസും കാര്യങ്ങളൊന്നുമില്ല. നല്ല ബോഡി ക്വാളിറ്റി വരുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു ബൊലേറോ. 2008 മോഡലാണ്, റിന്യൂവലൊക്കെ കഴിഞ്ഞാണ്. സോ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വെറും 1,70,000 രൂപ തന്നിരിക്കാൻ നമ്മൾ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.